കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തും ഇവിടെ നടക്കുമെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ആഭ്യന്തരം നോക്കുകുത്തിയായി തന്നെ മാറുമ്പോൾ CPMന്റെ അറിവോടുകൂടിയോ സമ്മതത്തോടുകൂടിയോ ആണോ ഇങ്ങനെ ഒരു നീക്കം, അതും കണ്ണൂരിൽ പാനൂരിൽ നടന്നിരിക്കുന്നത് എന്നാണ് പലർക്കും ചോദിക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും CPMനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചൂമ്മൻ രംഗത്ത് വന്നിരിക്കുന്നത്. തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ CPM അഴിച്ചുവിടുന്നതെന്നാണ് മല്ലപ്പള്ളിയിൽ വെച്ച് UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയുടെ പ്രചരണത്തിനിടയിൽ അച്ചൂമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കണ്ണൂരിലെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിമർശനം അച്ചൂമ്മൻ ഉയർത്തിയത്. എന്തിനാണ് CPM ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത്? തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത്. എത്ര കാലം നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? 51 വെട്ടുവെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മുഖമാണ് അക്രമ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ നടത്തി നിങ്ങൾ കൊന്ന അരിയിൽ ഷുക്കൂറിന്റെ കഥയും ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ പരമ്പരയുടെ തുടർച്ചയായിട്ടാണ് ബൊക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെയും ഒടുവിലത്തെ കൊലപാതകം. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും CPM എന്തിനുള്ള പടപ്പുറപ്പാടാണെന്നുള്ള ചോദ്യമാണ് അച്ചൂമ്മൻ ചോദിക്കുന്നത്. കേരളത്തിലും കേന്ദ്രത്തിലും ഭരണം നടത്തുന്നത് ജനവിരുദ്ധ സർക്കാരുകളാണ്. സാധാരണക്കാരന് കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ശമ്പളമില്ല, പെൻഷനില്ല, കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില, വന്യജീവി സംഘർഷങ്ങൾ. പക്ഷേ സർക്കാരിൻ്റെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരുവിധ കുറവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 4 ലക്ഷം കോടി കടത്തിലാണ് കേരളം മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം കൂപ്പുകുത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ് അച്ചൂമ്മൻ ഇതോടൊപ്പം തന്നെ ചോദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായി മാറിയ വിഷയം, പാനൂരിൽ തൊട്ടടുത്ത ദിവസം UDFന്റെ പ്രചരണം നടക്കാനിരിക്കുകയായിരുന്നു. ഷാഫി പറമ്പിലും അതുപോലെ തന്നെ KK രമയും അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സമയത്ത് തന്നെയാണ് അതിന് മുന്നോടിയായി നിർമ്മാണത്തിനിടയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത്. ഷാഫി പറമ്പിൽ MLA തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു സംഭവമായിരുന്നു, എന്തിനു വേണ്ടി ഇത് നിർമ്മിച്ചു, ആരെ ലക്ഷ്യം വെച്ചാണ് ഈ നിർമ്മാണം? ഇതിനുള്ള ഉത്തരം പോലീസ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. എന്തിനേറെ പറയുന്നു, ഇന്ന് പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും 7 സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തുകയുണ്ടായി. അറസ്റ്റിലായ ഷിബിൻ ലാലിനെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് കൂടുതൽ ബോംബുകൾ കൂടി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്.